ഹായ് കുട്ടികളെ, നമ്മളിന്ന് എൽ പി യു പിയുടെ നെക്സ്റ്റ് ഒരു എക്സാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കലകളാണ്. അപ്പം ആദ്യമായിട്ടാണ് എക്സാം സീരീസ് കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള എല്ലാ എക്സാമും ഒന്ന് നിങ്ങൾ പഠിച്ചതിന് ശേഷം, ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചതിന് ശേഷം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം പെർഫെക്റ്റാണ് പഠനത്തിൽ എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ഓരോ എക്സാം സീരീസും നിങ്ങളെ സഹായിക്കും. അതുപോലെ ചില കുട്ടികൾ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, LDC കൂടി ചെയ്യാവോ എന്ന്. ആദ്യം ഒക്കെ മുതൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ. അപ്പോൾ നമുക്കത് ചെയ്യാൻ ഈ LPUPയുടെ ഇടയിൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ LPUPയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു, ജൂലൈ 6. അപ്പോൾ അതിനുശേഷം നമുക്ക് LDC ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് LPUP ചെയ്തതിന് ശേഷം LDC നമുക്ക് ചെയ്യാം. എന്നാൽ LPUPക്കും LDCക്കും പൊതുവായിട്ട് കുറേ ടോപ്പിക്കുകളുണ്ട്. അത് LD ആണെങ്കിലും LGS ആണെങ്കിലും ഉള്ളവരൊക്കെ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും, ജനറൽ അല്ലാത്ത സൈക്കോളജി പോലുള്ള ടോപ്പിക്ക് മാത്രമേ നമുക്ക് സെപ്പറേറ്റ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് LDCക്കാർക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ സിലബസ് ബേസ് ഓരോന്നായിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത് LPUPക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഇത് LPUPക്കാർ മസ്റ്റായിട്ടും പറ്റുന്നവരെല്ലാവരും ഫോളോ ചെയ്ത് കൃത്യമായി ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ എക്സാമിലേക്ക് പോകാം. എല്ലാവർക്കും എഫിഷ്യൻ ടീച്ചിങ് അക്കാഡമിയുടെ പുതിയൊരു എക്സാം സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്ക് കലകളാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1. ഹരിതഗണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗമാണ്? ഓപ്ഷൻ A സ്ട്രോമ, ഓപ്ഷൻ B റൈബോസോമുകൾ, ഓപ്ഷൻ C ലിഗ്നിൻ, ഓപ്ഷൻ D സ്റ്റൊമാറ്റ. ഹരിതഗണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം ഏതാണെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏതാണ്? തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്ന കലകൾ. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനും കൂടി കേട്ടോ. ഓപ്ഷൻ A പാരങ്കൈമ, ഓപ്ഷൻ B സ്ക്ലീറങ്കൈമ, ഓപ്ഷൻ C സൈലം, ഓപ്ഷൻ D കോളൻ കൈമ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകലകൾ. ശ്രദ്ധിച്ചെഴുതണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകലകൾ ഏതാണെന്ന്. ഓപ്ഷൻ A കോളം കൈമ, ഓപ്ഷൻ B സൈലം, ഓപ്ഷൻ C സ്ക്ലീറം കൈമ, ഓപ്ഷൻ D പാരൻ കൈമ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന സസ്യകലകളാണ്. ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഓപ്ഷൻ A കോളം കൈമ, ഓപ്ഷൻ B സൈലം, ഓപ്ഷൻ C സ്ക്ലീറം കൈമ, ഓപ്ഷൻ D പാരൻ കൈമ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകലകൾ ഏതാണെന്ന്. ഓപ്ഷൻ A കോളം കൈമ, ഓപ്ഷൻ B സ്ക്ലീറം കൈമ, ഓപ്ഷൻ C സൈലം, ഓപ്ഷൻ D പാരൻ കൈമ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലകളാണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലകളാണ്. ഓപ്ഷൻ A കോളം കൈമ, ഓപ്ഷൻ B സൈലം, ഓപ്ഷൻ C പാരൻ കൈമ, ഓപ്ഷൻ D സ്ക്ലീറൻ കൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലകൾ അറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥത്തെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകൾ. അത് രണ്ടെണ്ണം ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കണം കേട്ടോ. ഓപ്ഷൻ A ഫൈലം, ഓപ്ഷൻ B പാരങ്കൈമ, ഓപ്ഷൻ C ഫ്ലോയം, ഓപ്ഷൻ D സൈലം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ്. മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ. ഓപ്ഷൻ A കോളം കൈമ, ഓപ്ഷൻ B സ്ക്ലീറം കൈമ, ഓപ്ഷൻ C സൈലം, ഓപ്ഷൻ D പാരൻ കൈമ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സങ്കീർണ കലകളാണ്. സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സങ്കീർണ കലകളാണ്. ഓപ്ഷൻ A സൈലം, ഓപ്ഷൻ B ഫ്ലോയം, ഓപ്ഷൻ C പാരങ്കൈമ, ഓപ്ഷൻ D ഫൈലം. പത്താമത്തെ ക്വസ്റ്റ്യൻ, കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. ഓപ്ഷൻ A സൈലം, ഓപ്ഷൻ B ഫ്ലോയം, ഓപ്ഷൻ C ആണ്, അത് ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. ഓപ്ഷൻ C പാരങ്കൈമ, ഓപ്ഷൻ D കോളൻ കൈമ. രണ്ടാമത്തെ B ഒന്ന് C ആക്കണേ. ഇത് B അല്ല, ഇവിടെ ഒരു C ആക്കി എടുത്താൽ മതിയേ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകലകൾ ഏതാണ്? സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകലകളാണ്. ഓപ്ഷൻ A സൈലം, ഓപ്ഷൻ B കോളം കൈമ, ഓപ്ഷൻ C പാരങ്കൈമ, ഓപ്ഷൻ D സ്ക്ലീറൻ കൈമ. 12ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളെ ഒടിയുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന കലകൾ. സസ്യങ്ങളെ ഒടിയുന്നതിൽ നിന്നും
സംരക്ഷിക്കുന്ന കലകൾ. ഓപ്ഷൻ എ സ്ക്ലീറൻകൈമ, ഓപ്ഷൻ ബി കോളൻകൈമ, ഓപ്ഷൻ സി പാരൻകൈമ, ഓപ്ഷൻ ഡി സൈലം. 13ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഭാഗം. സസ്യങ്ങളിൽ മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഭാഗം. ഓപ്ഷൻ എ റൈബോസോമുകൾ, ഓപ്ഷൻ ബി സ്ട്രോമ, ഓപ്ഷൻ സി പാരൻകൈമ, ഓപ്ഷൻ ഡി ലിഗ്നിൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ പാരൻകൈമയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അപ്പം അതിൽ പാരൻകൈമയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ഒന്നാമത്തെ ഓപ്ഷൻ, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന് ഉണ്ടായതാണ് പാരൻകൈമ. സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. പ്രകാശസംശ്ലേഷണം സഹായിക്കുന്നു. മൂലകളിൽ കട്ടി കൂടിയ കോശഭിത്തിയുള്ള കോശങ്ങൾ കാണപ്പെടുന്നു. അതിൽ 1ഉം 2ഉം 2ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി 2ഉം 1ഉം 3ഉം മാത്രമാണ് ശരി. സി 2ഉം 4ഉം. ഡി 2 മാത്രം. ശ്രദ്ധിച്ച് ചെയ്യണേ, അതിൽ തെറ്റിപ്പോവും. നമുക്ക് ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാവുന്ന കലകളാണ്. സസ്യങ്ങളുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാവുന്ന കലകളാണ്. ഓപ്ഷൻ എ സൈലം, ഓപ്ഷൻ ബി പാരൻകൈമ, ഓപ്ഷൻ സി ഫ്ലോയം, ഓപ്ഷൻ ഡി മെരിസ്റ്റമിക്ക കലകൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന മെരിസ്റ്റമിക്ക കലകളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? 1 കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണ്. 2 കട്ടി കൂടിയ ദ്വിതീയ ഭിത്തിയാണ്. 3 കൂടുതൽ കോശദ്രവ്യമുണ്ട്. 4 താരതമ്യേന ചെറിയ മർമ്മമാണ്. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം. ഇതും അതുപോലെ ശ്രദ്ധിക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആകാം. ആൻസർ അറിയായിരിക്കാം, പക്ഷെ നമ്മൾ വായിക്കുന്ന ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആൻസർ തെറ്റും. 17ാമത്തെ ക്വസ്റ്റ്യൻ, കോശവൈവിധ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതല്ല? 1 സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിന് രൂപം കൊള്ളുന്നതാണ് മനുഷ്യ ശരീരം. 2 വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് സിക്താണ്ഡം. 3 ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് ഭ്രൂണകോശങ്ങൾ. 4 നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ ഇവ പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. അതിൽ ഓപ്ഷൻ എ ആൻസർ ഇനി പറയുന്നത്. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 4ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം മാത്രം, ഡി 1 2 3 4 ഇവ 4ഉം ശരിയാണെന്ന്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജകലകൾ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ രക്തം, ഓപ്ഷൻ ബി ടെൻഡനുകൾ, ഓപ്ഷൻ സി സ്നായുക്കൾ, ഓപ്ഷൻ ഡി തരുണാസ്ഥി. ഇതൊക്കെ സിമ്പിളല്ലേ? 19ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ യോജകലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? 1 മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, യോജകലകളാണ്. 2 വൃക്കകളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് നാരുകലകളാണ്. 3 പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ. 4 അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2ഉം 4ഉം മാത്രം ശരി. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണെന്ന്. 20 ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജകലകളാണ്. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജകലകളാണ്. ഓപ്ഷൻ എ നാരുകല, ഓപ്ഷൻ ബി തരുണാസ്ഥി, ഓപ്ഷൻ സി സ്നായുക്കൾ, ഓപ്ഷൻ ഡി ടെൻഡനുകൾ. ഇത് 20 ക്വസ്റ്റ്യനാണുള്ളത്. ഇതിലേതൊക്കെയും ക്വസ്റ്റ്യനാണ് നമുക്ക് ശരിയായത് തെറ്റായെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവരും എല്ലാം ശരിയായി കാണുമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുവിധം എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 1 ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം ഏതാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗമാണ് ഓപ്ഷൻ എ സ്ട്രോമയാണ്. ഹരിതകണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം എന്ന് പറയുന്നത് സ്ട്രോമയാണ്. 2 തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് സ്ക്ലീറൻകൈമ. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. 3 സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കലകളാണ്. താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. അപ്പോൾ 3ാമത്തെ ഇതിൽ സി, ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന സസ്യകലകൾ. അതും സ്ക്ലീറൻകൈമയാണ്. മൂലകൾ മാത്രം കട്ടിയാണെങ്കിൽ കോളൻകൈമയാണ്. വളരെ നേർത്തതാണെങ്കിൽ
പാരൻകൈമയാണ്. അത് ശ്രദ്ധിച്ചൊന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി, തെറ്റില്ല കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകലകളാണ് ഏതാണ്? പാരൻകൈമയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. ആറാമത്തെ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലകളാണ് പാരൻകൈമ. ഇപ്പോൾ നമ്മൾ പറഞ്ഞോളായിരുന്നു അല്ലേ? ഓപ്ഷൻ സി. ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥത്തെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് ഏതാണ്? സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പാരൻകൈമയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. 9 സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സങ്കീർണ കലകളാണ്. ഓപ്ഷൻ താങ്ങും ബലവും നൽകുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയി എന്താണ് ഇതിനകത്ത് സ്ക്ലീറൻകൈമ ഉണ്ടെങ്കിൽ ഉടനെ സ്ക്ലീറൻകൈമ കുത്തരുത്. സങ്കീർണ കലകൾ ചോദിച്ചിട്ടുണ്ട്. സങ്കീർണ കല എന്ന് പറയുമ്പോൾ അത് സൈലമാണ് വരുന്നത്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫ്ലോയമാണ്. 11 സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ്. കോളൻ കൈമയാണ് താങ്ങും വഴക്കവും. താങ്ങും ബലവുമാണെങ്കിൽ സ്ക്ലീറൻകൈമ. സസ്യങ്ങളെ ഒടിയുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. വഴക്കം തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് ഒടിയാതിരിക്കാൻ സംരക്ഷിക്കുന്നു. അത് കോളൻ കൈമ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ വരുന്നത്. സസ്യങ്ങളിൽ മാംസ സംശ്ലേഷണം സഹായിക്കുന്ന ഭാഗം, അത് സസ്യകോശങ്ങളിൽ എന്നാണ് ഉദ്ദേശിച്ചത്. സസ്യകോശങ്ങളിൽ മാംസ സംശ്ലേഷണം സഹായിക്കുന്ന റൈബോസോമുകളാണ്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ ഇടുമ്പോഴും ഏതെങ്കിലുമൊക്കെ ഒന്ന് മുൻപ് പറഞ്ഞ് പോയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തവർക്കറിയാം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും അത് ഉൾപ്പെടുത്തി പോകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ കോശം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു ടോപ്പിക്ക് മാത്രമാണ്, ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇത് കേട്ടോ. 14 ചുവടെ തന്നിരിക്കുന്നതിൽ പാരൻകൈമയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലാത്തത്. പാരൻകൈമയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റ് അല്ലാത്തത് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ 2ഉം 3ഉം അല്ല 1ഉം 3ഉം ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് ഏത്? പാരൻകൈമ എന്ന് പറയുന്നത്. അതുപോലെ വഴക്കവും താങ്ങും നൽകുന്നത് എന്താണ്? കോളൻ കൈമയാണ്. പ്രകാശ സംശ്ലേഷണം സഹായിക്കുന്നതും പാരൻകൈമയാണ്. മൂലകളിൽ കട്ടി കൂടിയ കോശഭിത്തിയുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് സ്ക്ലീറൻകൈമയാണ്. കട്ടി കൂടിയ മൂലകളിൽ മാത്രം കട്ടി കൂടിയതാകുമ്പോൾ അത് കോളൻ കൈമയാണ്. അപ്പം ഇതിൽ 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന കലകളാണ് മെരിസ്റ്റമിക്ക കലകൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. 15 ചുവടെ തന്നിരിക്കുന്നതിൽ മെരിസ്റ്റമിക്ക കലകളുടെ സവിശേഷത അല്ലാത്തത്. മെരിസ്റ്റമിക്ക കലകൾ എന്ന കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണ്. അതുപോലെ ദ്വിതീയ ഭിത്തി കാണുന്ന മെരിസ്റ്റമിക്ക കലകളുടെ പൂർണ്ണ വളർച്ചയെത്തിയതാണ്. അത് കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണ് മെരിസ്റ്റമിക്ക കലകളുടെ സവിശേഷത. ക്വസ്റ്റ്യൻ മാറിപ്പോൾ ഇല്ല. ചുവടെ തന്നിരിക്കുന്നതിൽ മെരിസ്റ്റമിക്ക കലകളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് മെരിസ്റ്റമിക്ക കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി മെരിസ്റ്റമിക്ക കലകളുടെ സവിശേഷതയാണ്. അതിൽ കൂടുതൽ കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട്. ഇത് രണ്ടും സവിശേഷതയാണ്. അപ്പോൾ സവിശേഷത അല്ലാത്തത് കട്ടി കൂടിയ ദ്വിതീയ ഭിത്തി അതിൻ്റെ സവിശേഷതയല്ല. അതുപോലെ താരതമ്യം ചെറിയ മർമ്മമല്ല, വലിയ മർമ്മം കാണപ്പെടുന്നത്. അപ്പോൾ 2ഉം 4ഉം ആൻസറായിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. 2ഉം 4ഉമാണ് ശരിയായ ആൻസർ. കോശവൈവിധ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സിക്താണ്ഡ എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് മനുഷ്യ ശരീരം. അത് ശരിയാണ്. വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ് സിക്താണ്ഡം. അതും കറക്റ്റാണ്. ഭാഗികമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് ഭ്രൂണകോശങ്ങൾ എന്ന് പറയുന്നത്. അതും കറക്റ്റാണ്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ ഇവ പൂർണ്ണമായി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ്. അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1, 2, 3, 4 ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ വരുന്നത്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജകല അറിയപ്പെടുന്ന പേരാണ് ടെൻഡനുകൾ. ഓപ്ഷൻ ബി ആണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഈ സ്നായുക്കൾ കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന യോജകലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഏതാണ്? യോജകലയുമായി ബന്ധപ്പെട്ട് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അത് ശരിയാണ്. വൃക്കകളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നു. നാരുകലകളാണ്. അത് ശരിയാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകളാണ്. അതുപോലെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കളാണ്. അപ്പോൾ 4 ശരിയാണ്. ഓപ്ഷൻ 1, 2, 3, 4. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ വരുന്നത് കേട്ടോ.
20 ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജകലകളാണ് നാരുകലകൾ. അതങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സെൻറ്റൻസ് തന്നെ കിടപ്പുണ്ട് അല്ലേ. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജകലകളാണ് നാരുകലകൾ എന്ന് പറയുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യനാണ് ഉള്ളത്. 20 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സാമിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഏതെങ്കിലും ആൻസർ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വലിയ സ്റ്റുഡിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ വീട്ടിൽ സൗകര്യത്തിലിരുന്ന് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലർ ജസ്റ്റ് ഒരു കോൾ വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് കോളിംഗ് ബെൽ അടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ പോസ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആൻസർ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അല്ലാതെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുമ്പോഴാണ് ആൻസർ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഇതെല്ലാ ആൻസറും തെറ്റാണെന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യരുത്. തെറ്റേ ആൻസർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളും മനുഷ്യരാണ്, എല്ലാവരെയും പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മകളൊക്കെ നമ്മുടെ വീഡിയോ ഉണ്ട്. അത് ആദ്യം തൊട്ടേ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ചൂണ്ടിക്കാട്ടുക. അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ അതിന് കൃത്യമായി കമൻറ്റ് നിങ്ങൾക്ക് തരാറുണ്ട്, റിപ്ലൈയും ഞാൻ തരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ ആൻസർ അതിനകത്ത് മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ ആൻസർ തിരുത്തി പഠിക്കണേ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പിൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പിൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അതാണ് ശരി ആൻസർ എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഇതാണോ ആൻസർ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടല്ല. ചിലപ്പോൾ നമ്മൾ കാണില്ലായിരിക്കും കമൻറ്റ് കുറേ വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ നിങ്ങൾ ഓർക്കും കമൻറ്റ് റിപ്ലൈ തന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കും. അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ റിപ്ലൈ തരാതിരിക്കുന്നതല്ല. ചിലപ്പോൾ ഒരുപാട് ഇത് കമൻറ്റ് വരികയും അതുപോലെ പേഴ്സണൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇതിനെല്ലാം റിപ്ലൈ കൊടുക്കുക. പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനുണ്ടാവും. ഇതിനെല്ലാത്തിനും ഒരുപോലെ നമ്മൾ മാനേജ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചില മെസ്സേജുകൾ റിപ്ലൈ തരാൻ സമയം കിട്ടാതെ വരുന്നുണ്ട്. ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പോകാതെ വരുന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് കമൻറ്റ് ഇടുമ്പോൾ അത് ആ തരുന്ന മിസ്റ്റേക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യണം. തീർച്ചയായിട്ടും ഏതാണ് ഇതിന് ആൻസർ മിസ്റ്റേക്ക് വന്നല്ലോ എന്നുള്ള രീതി മെൻഷൻ ചെയ്യണം. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഇങ്ങനെ വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാനൊരു കാരണമാകും. അത് നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയും ഒന്ന് ഫിനിഷ് ചെയ്യണം. കാരണം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. നല്ല റിസ്ക് പരിപാടി തന്നെയാണിത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നു പോകുന്നത്. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങൾ ചൂണ്ടിക്കാട്ടണം. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നന്നായി പഠിക്കുക. പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പഠിച്ചോളെങ്കിൽ ഇനി അത് തിരിഞ്ഞ് നോക്കേണ്ടാത്ത രീതിയിൽ നിങ്ങൾ ഫിനിഷ് ചെയ്ത് പഠിച്ചിരിക്കണം. ഈ 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 20 ക്വസ്റ്റ്യൻ അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾ ആ പഠിച്ച ഏരിയയിൽ നിന്നും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് പഠിച്ചാണെങ്കിൽ ഈ 20 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കോൺഫിഡൻറ്റ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കണം. അത് ആരിലും അല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് അടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് പോലും നമുക്ക് ആവശ്യമില്ല. ഫസ്റ്റ് റാങ്ക് എനിക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഉറപ്പിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഒരു സെക്കൻഡ് റാങ്ക് പോലും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഉറപ്പിച്ച് നല്ല ഉറപ്പോടുകൂടി ടൈം മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അടുത്ത എക്സാമുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക്